ഹലോ ആൻഡ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലബാമിങ്കിൾ. ഞാൻ ഹനൻ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ പോസ്റ്റ് ഷവർ ഹെയർ കെയർ ആൻഡ് മൈ ബ്ലോ ഔട്ട് റുട്ടീനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ബേസിക്കലി എനിക്കിപ്പം തിരക്കിട്ട് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഷെയർ ദിസ് റുട്ടീൻ വിത്ത് യു ഗൈസ്, ബിക്കോസ് എ ലോട്ട് ഓഫ് യു ഗൈസ് കീപ് ആസ്കിങ് മീ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എങ്ങനെയാണ്, എൻ്റെ ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെ അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതൊക്കെ എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് how I usually set my hair. And നമുക്ക് ഇനി സംസാരിച്ച് ഡിലേ ആക്കാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. സോ ആസ് യു ക്യാൻ സീ ഞാൻ ഓൾറെഡി അല്ല വെറ്റ് ഹെയർ, വെറ്റ് അല്ല ഒരു ഹാഫ് വെറ്റ് ഹെയറിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ഐ ടുക്ക് എ ഷവർ. ഞാൻ സ്കിൻ കെയറും കാര്യമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ടുക്ക് മീ അബൌട്ട് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെയായി ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട്. എൻ്റെ ഹെയർ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ഡ്രൈ ഔട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഹെയർ ബേസിക്കലി ഒരു ഹീറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യാൻ എനിക്ക് താല്പര്യം. കാരണം എയർ ഡ്രൈ ചെയ്യുമ്പം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ഐ ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ എൻ്റെ ഹെയർ വാഷ് ചെയ്ത് വെക്കണം. സോ ഇന്ന് എനിക്കതിന് പറ്റിയില്ല. So yes, this is how I usually do my this is how I usually set my hair after my shower. Okay, so first up ഞാൻ ഈ ഒരു ഹെയർ ടോണിക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് ഈ എന്താ പറയുക മാർക്കറ്റിൽ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. എനിക്കിത് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ദേ ഗേവ് മി ദിസ് ടോണിക് ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് വിത്ത് കൺട്രോളിങ് യുവർ ഡാൻഡ്രഫ് എന്നവർ പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യരുതെന്ന്. ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് യൂസിങ് ഇറ്റ് ലൈക്ക് ഓൾമോസ്റ്റ് എവറി ഡേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്ത് ലൈക്ക് വീക്ക്ലി 2 days മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. ഇറ്റ്സ് ഗോട്ട് എ വെരി നൈസ് മിൻറ്റി സ്മെൽ. ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഓപ്പൺ ആവും. ഓക്കെ, ആൻഡ് ഓൾ യു നീഡ് ടു ഡു ഇസ് ഇതുപോലെ ഹാഫ് വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ ജസ്റ്റ് ഇതൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മിന്റ് കഴിക്കുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് ഇല്ലേ, ഏകദേശം അതേപോലെ ഒരു ഫീലിംഗ് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവും. സോ യു ജസ്റ്റ് പറഞ്ഞത് ശരിയില്ലേ, യു ജസ്റ്റ് ഹാവ് ടു അപ്ലൈ ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് നല്ല സ്മെല്ലും കൂടി അതുണ്ട്. ആൻഡ് ഇതാവുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ തലയിൽ കുറച്ച് എന്തോ ഒരു ലിക്വിഡ് ഈ സാധനം ആവുന്ന പോലെ. ബട്ട് നമ്മളെ ഹെയറിനെ വെറ്റാക്കുവോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീസി ആക്കുവോ ഒന്നും ചെയ്യില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ടോണിക്. നമ്മൾ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് ഇല്ലേ, ഏകദേശം ദാറ്റ് ഫോർ യുവർ സ്കാൽപ്പ് അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ ഇതുപോലെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഹാഫ് വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ തന്നെ വേണം ചെയ്യാൻ. ആൻഡ് ഇതുകൊണ്ട് ഡാൻഡ്രഫ് പോകുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഹെൽപ്പ് ചെയ്യൂ. ഞാൻ 2 സിറ്റിംഗ് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പിന്നെയാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അവർ തന്നെ അവിടെ നിന്ന് ചെയ്തതിന് ശേഷം എനിക്ക് യൂസ് ചെയ്ത് കാണിച്ചു തന്നത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. സോ യാ, ഐ ലെറ്റ് ദിറ്റ് സിറ്റ് ഫോർ ലൈക്ക് എ മിനിറ്റ് ഓർ സോ. സോ നെക്സ്റ്റ് ആപ്പ് ഞാൻ ഈ ഒരു ലീവ് ഇൻ കണ്ടീഷണർ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് ദ കണ്ടീഷനിങ് ഹെയർ പ്രൈമർ. ഇത് ലഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൂപ്പർ മിൽക്ക് കണ്ടീഷനിങ് ഹെയർ പ്രൈമർ ആണ്. നൗ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് എ ലീവ് ഇൻ കണ്ടീഷണർ ഓൺലി. ഇതുപോലെ ഹാഫ് വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ ജസ്റ്റ് എൻസിൽ മാത്രം ഇത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറേയൊന്നും ഇല്ല. ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. പിന്നെ ഇത് കാര്യം ഇത് നാട്ടിൽ അവൈലബിൾ അല്ല കേട്ടോ. ഇറ്റ് സ്മെൽസ് സോ നൈസ്. ഒരുപാടൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ചെടുക്കും. ആൻഡ് ദെൻ എല്ലായിടത്തും ഞാൻ ജസ്റ്റ് ഈക്വലി ഇതിനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈ ഓവേഴ്സ് കുറയും ഹെയറിൽ. പിന്നെന്ന് വെച്ചാൽ നല്ല ലൈക്ക് ഈ ഒരു സ്മെൽ ത്രൂ ഔട്ട് ദ ഡേ ലാസ്റ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും UAE ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ഗെറ്റിംഗ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ് വൺ. ഇറ്റ് ഈസ് സോ ഗുഡ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് സെയിം പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷണർ ലീവ് ഇൻ കണ്ടീഷണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീവ് ഇൻ മാസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിന്റെ ലീവ് ഇൻ കണ്ടീഷണർ യൂസ് ചെയ്യാം. ഞാൻ ലീവ് ഇൻ കണ്ടീഷണേഴ്സ് ഒരു മസ്റ്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് ഫ്രിസി ഹെയർ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഷോട്ട്. ഇറ്റ് വിൽ ഹെൽപ്പ് കൺട്രോൾ യുവർ ഫ്രിസ് ആസ് വെൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലൈവേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യും. എനിക്ക് ബേസിക്കലി ഐ ലൈക്ക് യൂസിങ് നല്ല ഫ്രേഗ്രൻസ് ഉള്ള പ്രോഡക്ട്സ് ഓൺ മൈ ഹെയർ. സോ ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺ വൈ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ലൈക്ക് ഐ സെഡ് ആ ഒരു ഫ്രേഗ്രൻസ് ത്രൂ ഔട്ട് ദ ഡേ ലാസ്റ്റ് ടൈം എനിക്കൊരു ഗിഫ്റ്റ്, എനിക്കെൻ്റെ ഫാമിലി മെമ്പർ ഗിഫ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ആൻഡ് സിൻസ് ദെൻ ഐ ഹാവ് ബീൻ ലവിങ് ഇറ്റ്. സോ യാ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോ ഡ്രൈയിങ് റുട്ടീനാണ്.
അതിനായിട്ട് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം. സോ ഇന്നിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ പിന്നെ കുറച്ച് എയർ ഡ്രൈ ചെയ്തത് കൊണ്ട് ഞാൻ ഇന്ന് ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വാട്ട് ഐ നോർമലി ഡൂ ഇസ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രയർ വെച്ചിട്ട് എൻ്റെ ഹെയർ ഒന്ന് ഹാഫ് ഡ്രൈ ചെയ്യും, എന്നിട്ട് ഐ ഗോ ഇൻ വിത്ത് ദിസ് വൺ. ബട്ട് ഇന്നതിപ്പോൾ ഓൾറെഡി അത്യാവശ്യം ഡ്രൈ ആണ്. സോ ഐ തിങ്ക് ഐ ജസ്റ്റ് ഗോണ ഗോ ഇൻ വിത്ത് ദിസ്. കണക്ട് ചെയ്യട്ടെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അഗാറോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹെയർ ഡ്രയർ ആണ്. നിങ്ങളുടെ അടുത്ത് ഏതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇഫ് യു വാണ്ട് എ റെക്കമെൻഡേഷൻ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. ഇതിനെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ പേഴ്സണലി ലൈക്ക് യൂസിങ് ദിസ്. ബട്ട് ഇതിനേക്കാളും നല്ല റിവ്യൂസ് ഞാൻ കണ്ടിട്ടുള്ളത് അലൻട്രോമൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെതാണ്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഇഫ് യു വാണ്ട്, ഇഫ് യു ഹാവ് ദ ബഡ്ജറ്റ്. ലൈക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് ചൂസ്, ലൈക്ക് പിക്ക് വാട്ട് എവർ ദാറ്റ് സ്യൂട്ട്സ് യുവർ പോക്കറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു ഹെയർ ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനെ പാർട്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ വാട്ട് യു നീഡ് ടു ഡു ഈസ് ഈ ക്രൗൺ സെക്ഷൻ, അതായത് നമ്മുടെ ഹെയറിന്റെ ടോപ്പ് ഏരിയ, ഓക്കെ, അതിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കുക. ലെറ്റ് മീ ട്രൈ ഷോ യു ഫ്രം ദ ബാക്ക്. എന്നിട്ട് ഈ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി വെക്കുകയാണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമുക്ക് ആകെ വർക്ക് ചെയ്യേണ്ടത്, ലൈക്ക് ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ ഈ ഒരു ലോവർ സെക്ഷൻ ആണ്. ഐ എം ഗോണ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ് സെക്ഷൻ. അതുപോലെ നിങ്ങൾക്ക് ഈ തിക്നെസ്സിൽ വെച്ച് വർക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ബേസിക്കലി നമ്മൾ എത്ര ഷോർട്ടർ സെക്ഷൻ എടുക്കുന്നോ അത്രയും ഈസിലി നമ്മുടെ ഹെയർ ഡ്രൈ ആവും. സോ ഫസ്റ്റ് നിങ്ങളെ ഹെയർ ഇത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. മേലത്തെ പോയി ലൈക്ക് ടോപ്പൊന്നും ബോട്ടമൊന്നും രണ്ടും ജസ്റ്റ് നല്ലോണം ഒരു 3-4 തവണ കോംബ് ചെയ്ത് കൊടുത്തിട്ട്, എന്നിട്ട് നിങ്ങൾ ഇത് വെച്ച് സ്ലോലി നിങ്ങളെ ഹെയർ ഒന്നും കൂടി ഒന്ന് കോംബ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ എൻഡിലെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ആ ട്വിസ്റ്റ് അവിടെ 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. ആൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന, ഈ ഒരു ബ്രഷിൻ്റെ അകത്തുനിന്ന് വരുന്ന എയർ ഉണ്ടല്ലോ, അത് നിങ്ങളെ ഫേസിലേക്ക് അടിക്കാണ്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് എന്തിനാ വെറുതെ. അപ്പോൾ അതും കൂടി ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. ആൻഡ് ദെൻ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇതിൻ്റെ എൻഡ് മാത്രം കണ്ടു ഒരു പൊടിക്കുന്ന കേളായിട്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇനിയും ഒന്നും കൂടി ഐ ക്യാൻ ഗോ ഓവർ ആൻഡ് ഓവർ ഡ്രൈ ആവുന്നത് വരെ. ബട്ട് ഐ തിങ്ക് ഐ എം ഹാപ്പി വിത്ത് ദിസ്. ഞാൻ എൻ്റെ ഈ ബാക്കിലേക്ക് ഇട്ട് ചെറിയ സെക്ഷൻ ഉണ്ടല്ലോ, അത് ചെയ്യാൻ പോവാം. ഓക്കെ ഗൈസ്, സോ ബോട്ടം സെക്ഷൻ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നതോ എനിക്ക് അറിയില്ല. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്രൗൺ സെക്ഷനിലേക്ക് കടക്കാം. ഇത് പിന്നെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, അവിടെയാണ് ടാസ്ക്. ഓക്കെ, സോ ഇതിനിങ്ങനെ തുറന്നിട്ടിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും ഇതുപോലെ നമ്മൾ താഴെ ചെയ്തതുപോലെ തന്നെ ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുക. ഈ ഫ്രണ്ടിലെ പോർഷൻ, ഈ ഒരു പോർഷൻ, ഒരു സെക്ഷൻ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുക, മറ്റേതിനെ ഞാൻ വീണ്ടും ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യാണ് വിത്ത് ദ സെയിം ക്ലിപ്പ്. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ പ്രിറ്റി തിക്കാണ്. ഇഫ് യു കെൻ സീ, എനിക്ക് ഇത്രക്കാരം ഹെയർ ഒരുമിച്ച് വെച്ച് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗോണ ടേക്ക് മീ എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. ലൈക്ക് ഒരു ചെറിയ പോർഷൻ മാത്രം. ഓക്കെ, ഞാൻ ഈ താഴത്തെ ഈ ഒരു ചെറിയ പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി ഈ ഏരിയ ജസ്റ്റ് ഇതാ ഞാനിവിടെ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഐ നോ ഐ ലുക്ക് ഫണ്ണി റൈറ്റ് നൗ, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ലാസ്റ്റ് എവറിഥിങ് വിൽ ലുക്ക് ഫൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻ്റെ കൈ കൊണ്ടൊന്ന് കോമ്പ് ചെയ്യുക. ഇഫ് യു വണ്ടറിങ് ഞാൻ എന്തുകൊണ്ടാണ് കോമ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് മുടി ചെയ്യാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി കോമ്പ് ചെയ്തിട്ടാണ് ഞാൻ യൂഷ്വലി ഐ ടേക്ക് എ ഷവർ. സോ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യാനില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ മുടി വേഗം പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഹെയറാണ്. സോ ഈ ബ്ലോ ഡ്രൈ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പ് ഔട്ട് ചെയ്യും. ഇനി ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇത് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലോ ഡ്രയർ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിലും സ്പീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സെറ്റായി വരാൻ വിത്ത് ബ്ലോ ഡ്രയർ കുറച്ച് എഫേർട്ട് എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മറ്റേ റൗണ്ട് കോമ്പൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു ബ്ലോ ഡ്രയർ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊരു എഫക്റ്റ് കിട്ടൂ. എനിക്ക് അത് ചെയ്യാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പിന്നെ
ഹെയർ ബ്രഷ് വെച്ച് ഇത് ചെയ്യുന്നത്. Now all you need to do is ഇപ്പൊ ചെയ്ത സംഗതി ഹെയർ മൊത്തം ചെയ്യുക and finally you will have something like this. So yes, ഇനി ഞാൻ ഇവിടെ നിർത്തും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു ഏരിയയില് ജസ്റ്റ് എൻ്റെ ഈ ഷോർട്ടോ ഹെയർ ആൻഡ് ഓൾ അത് മാത്രം ഞാനിങ്ങനെ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ആ ഒരു ബാങ്ക്സിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ്ലി ബ്ലൂ ഡ്രൈ ചെയ്ത് കൊടുക്കും. ഒന്നിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഹോൾഡ് ഇറ്റ് റൈറ്റ് there. See? Just like that. So yes, this is how my hair looks by the end of it. എനിക്ക് ജനറ്റിക്കലി ലൈക്ക് എനിക്ക് ജന്മന സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ടാണ് എനിക്ക് ബ്രഷ് ചെയ്യുമ്പം അത്ര വലിയ ഡിഫറൻസ് എന്തായാലും എൻ്റെ ഹെയറിൽ കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ബട്ട് ഇഫ് അറ്റ് ഓൾ യു ഹാവ് കേർലി ഹെയർ, നമ്മൾ ഈ ഒരു ഹെയർ ബ്രഷ് വെച്ച് നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് അതൊരു പൊടിക്ക് കുറച്ച് സ്ട്രെയിറ്റൻ ആവും. ഐ എം നോട്ട് സീയിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ഹെയർ കിട്ടും. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെയർ ബ്രഷസ് ആൻഡ് സ്ട്രെയിറ്റ്നസ്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയർ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ഹെയർ സ്ട്രെയിറ്റ്നേഴ്സിൻ്റെ അത്രത്തോളം ആ ഒരു സ്ട്രെയിറ്റ് എഫക്റ്റ് നിങ്ങൾക്ക് ഹെയർ ബ്രഷ് കൊണ്ട് കിട്ടുന്നത് ഞാൻ വിശ്വസിക്കില്ല. ബിക്കോസ് ഞാൻ ഈ ഹെയർ ബ്രഷ് എൻ്റെ ഉമ്മാൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട് ആൻഡ് ഉമ്മ ഹാസ് കേർലി ഹെയർ. അപ്പോൾ ഉമ്മക്ക് സ്ട്രെയിറ്റ് ഹെയർ കിട്ടൂലെങ്കിലും ആ ഒരു കേഴ്സ് ഒരു പൊടിക്ക് ഒന്ന് എന്താ പറയുക നിവർന്ന് വന്നാലുള്ളൊരു എഫക്റ്റ് എങ്ങനെയാണ്, അങ്ങനെ ആ ഒരു എഫക്റ്റ് മാത്രമേ കിട്ടൂ കേട്ടോ. ഗൈസ് കറക്റ്റ് ഇതിൻ്റെ ഇടയിൽ എന്തോ വന്ന് കടിച്ച്. എനിവേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ ഓർ ഹെൽപ്ഫുൾ ഇൻ സം വേ. കാരണം നിങ്ങൾ കുറെ പേരോട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബട്ട് യാ, ദിസ് ഈസ് മൈ പോസ്റ്റ് ഷവർ ഹെയർ കെയർ റുട്ടീൻ. ഇനി ഞാനിപ്പോൾ മോർണിംഗിലായതുകൊണ്ടാണ് ഞാൻ സിറം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത്. ഇനിയിപ്പം ഇഫ് അറ്റ് ഓൾ ഐ വാസ് ഡൂയിങ് ലൈക്ക് മൈ ഷവർ, ഐ വാസ് ടേക്കിംഗ് മൈ ഷവർ അറ്റ് നൈറ്റ്, ഞാനൊരു ഹെയർ സിറവും കൂടി അപ്ലൈ ചെയ്യുമായിരുന്നു. ഇതാ ഈ ഒരു വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറവും കൂടി ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു രാത്രിയാണെങ്കിൽ. ഇത് ജസ്റ്റ് ഒന്ന് ഹെയറിൽ എനിക്ക് എവിടെയൊക്കെയാണ് ഇപ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ ഹെയർ എന്താ പറയുക ഹെയർ ഫോൾ ഉണ്ട്. ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി ചൂടൊക്കെ കാരണം നല്ലോണം അതെൻ്റെ ഹെയറിൽ കാണാനുണ്ട്. അപ്പം ഞാൻ നൈറ്റിൽ ജസ്റ്റ് ഇതെൻ്റെ ഹെയറിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്യും ആൻഡ് ദെൻ ഐ ഗോ ടു സ്ലീപ്പ്. ആൻഡ് ഇതും അതുപോലെ അങ്ങനെ ഓയിലി റെസിഡിയോ ഗ്രീസിനെസ്സോ കാര്യമൊന്നും ഹെയർ ഉണ്ടാക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് എ വാട്ടർ ബേസ്ഡ് സീറം എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ സീറം ഓൺലി. അപ്പം മാത്രമല്ല ഇതിന്റെ ദ വേ ദിസ് തിങ് വർക്ക്സ് ഇസ് ഗുഡ്. എനിക്ക് ഇതിന്റെ ആ ഒരു സ്പ്രിറ്റ്സിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് കാണാൻ പോലും പറ്റില്ല. ഇറ്റ്സ് ദാറ്റ് ലൈക്ക് ഡിഡ് യു സീ ദാറ്റ്? നമുക്ക് പ്രിസൈസ് ആയിട്ട് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എനിവേ, സോ യെസ്, ദാറ്റ് ഈസ് it for my hair care post shower hair care routine. So video ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദാറ്റ് വിൽ മീൻ ദ വേൾഡ് ടു മീ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസ് കാണാൻ വേണമെന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇഫ് യു നീഡ് ടു നോ എനിത്തിങ് എൽസ്, ഏതെങ്കിലും പ്രോഡക്ട്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെയർ റിലേറ്റഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഡ്രോപ്പ് ഇൻ യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ കോമന്റ് സെക്ഷൻ ബിലോ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരെ യത്താശിസ്.